എല്ലാവർക്കും നമസ്കാരം. നമ്മളിങ്ങനെ പ്രതികരണശേഷി ഇല്ലാതായി പോയി കഴിഞ്ഞാൽ വലിയ ഇഷ്യൂ ആവും. ഇപ്പോഴും എനിക്കൊരു മെസ്സേജ് വന്നിരിക്കുകയാണ്. അത് 8 മാസമായിട്ട് ഇതുവരെ ഇന്റേൺഷിപ്പ് കഴിഞ്ഞു, ഇതുവരെ കിട്ടിയില്ല എന്നാണ് പറഞ്ഞത്. പിന്നെ എന്തോ ഒരു ഈ ഇടയ്ക്ക് യുക്രൈൻ്റെയൊക്കെ ഇഷ്യൂ ഉണ്ടായി, അങ്ങനെ എന്തോ ഇഷ്യൂ ആണ്. പക്ഷേ ഈ 8 മാസം ഇന്റേൺഷിപ്പ് കംപ്ലീറ്റ് ചെയ്ത് പിന്നും കൊടുക്കുന്നില്ല എന്നൊക്കെ പറയുമ്പോൾ ശരിയല്ല. ഇപ്പോൾ എനിക്ക് ഡൽഹിയിൽ നിന്ന് ഇങ്ങോട്ട് രജിസ്ട്രേഷൻ ഒന്ന് മാറ്റി തന്നാൽ മാത്രം മതിയായിരുന്നു. അതിനെടുത്തത് നവംബർ ആദ്യം വീക്കിൽ ഞാൻ കൊണ്ട് കൊടുത്തതാണ്. അതിന് കിട്ടിയത് മെയ് എൻഡിലാണ്. എൻ്റെ ഒരു ഫ്രണ്ടിന് ഇന്റേൺഷിപ്പ് കഴിഞ്ഞിട്ട് 5-6 മാസം കഴിഞ്ഞിട്ടാണ് ഈ സർട്ടിഫിക്കറ്റ് കിട്ടുന്നത്. അവർ പറയുന്നത് ഇഷ്ടംപോലെ ജോലിയുണ്ട്, ഭയങ്കര തിരക്കുണ്ട്, കാര്യങ്ങളാണ്. ശരിക്കും പറഞ്ഞാൽ രാവിലെ 9 മണി തൊട്ട് 5 മണിക്ക് ജോലി ചെയ്താൽ തീരാവുന്നേ ഉള്ളൂ. കാരണം അവർ വരുന്നത് 10:30-11 മണിക്കാണ്. പിന്നെ ഫുഡ് കഴിച്ച് ഉച്ചയ്ക്ക് ശേഷം 2 മണിക്ക് പിന്നെ അടുത്ത ജോലി തുടങ്ങിയാൽ 4 മണിയാകുമ്പോൾ പോകും. അപ്പോൾ പിന്നെ വർക്കിംഗ് അവേഴ്സ് 4 അവേഴ്സ് താഴെ വരത്തുള്ളൂ. പിന്നെ ഇഷ്ടംപോലെ കെട്ടിക്കിടക്കുന്നു എന്ന് പറയുന്നതിൽ മതിച്ച് കാര്യങ്ങളൊന്നുമില്ല. സോ നമുക്ക് ഒരുപാട് പേര് ഗൂഗിൾ റിവ്യൂസിൽ നമ്മുടെ KSMCയുടെ കേരള സ്റ്റേറ്റ് മെഡിക്കൽ കൗൺസിലിന് താഴെ ഒരുപാട് കമൻറ്റും കാര്യം ഇട്ടിട്ടുണ്ട്. സോ അങ്ങനെ ഇട്ടിട്ട് കാര്യമില്ല. ഇനി നമുക്ക് യുണൈറ്റഡ് ആയിട്ട് മുന്നോട്ട് പോയാലേ കാര്യമുള്ളൂ. ഞാൻ ഈ പറയുന്നത് എനിക്ക് ഒരു ഉപയോഗം ഇല്ലാത്തൊരു കാര്യമാണ്. അതുകൂടെ ആൾക്കാരൊന്ന് സ്റ്റുഡൻസ് ഒന്ന് മനസ്സിലാക്കുക, എന്നിട്ട് ഇതിനൊന്ന് സപ്പോർട്ട് ചെയ്ത് തരിക. നിങ്ങൾ മാക്സിമം നിങ്ങളുടെ FMG സ്റ്റുഡൻസിനോ അല്ലെങ്കിൽ ഇവിടെ കേരളത്തിൽ രജിസ്റ്റർ ചെയ്തിരിക്കുന്ന സ്റ്റുഡൻസോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അവർ ഈ ഫോം, ഞാനിപ്പോൾ ഒരു ഗൂഗിൾ ഫോം ഇതിൻ്റെ കൂടെ അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. അതിനകത്ത് 8 ക്വസ്റ്റ്യൻസ് മാത്രമേ ഉള്ളൂ. വളരെ സിമ്പിളാണ്. നിങ്ങളുടെ പേരോ അഡ്രസ്സോ ഒന്നും അതിനകത്ത് വരത്തില്ല. ജസ്റ്റ് നിങ്ങളുടെ MBBS ആണോ അല്ലയോ, KSMCയിലുള്ള നിങ്ങൾക്കുള്ള എക്സ്പീരിയൻസ്, എന്തെങ്കിലും കംപ്ലൈൻറ്റ് നിങ്ങൾക്ക് പറയാനുണ്ടെങ്കിൽ അതിനകത്ത് കൊടുക്കാം. അതും കൂടെ ചേർത്തിട്ട് നമുക്കൊരു 30 ദിവസത്തേക്കായിരിക്കും ഇത് ഇപ്പോൾ ലൈവായിട്ട് പോകുന്നത്. അത് കഴിഞ്ഞ ശേഷം മാത്രമേ അതിൻ്റെ ഒരു ഔട്ട് എടുത്തിട്ട് ഞാൻ ഇതിൻ്റെ ഒരു പ്രിൻ്റ് ഔട്ട് എടുത്തിട്ട് പ്രിൻ്റ് ഔട്ട് ആയിട്ടായിരിക്കും നമ്മുടെ കേരളത്തിലെ മന്ത്രിക്കും കേന്ദ്രത്തിലും നമുക്കൊന്ന് അയച്ചു നോക്കാം. എന്തെങ്കിലും മാറ്റം വരികയാണെങ്കിൽ വളരെ നല്ലതായിരിക്കും. എന്തായാലും കേരളത്തിലെ മുഖ്യമന്ത്രിക്കും നമ്മുടെ ഹെൽത്ത് മിനിസ്റ്ററിനും നമുക്ക് ഇത് അയച്ചു കൊടുത്തിട്ട് പേഴ്സണലായിട്ട് കാണാൻ പറ്റുമെങ്കിൽ അതും കൂടെ ചെയ്യാം. അതും കൂടെ ഞാൻ ശ്രമിക്കുന്നുണ്ട്. നവംബറിൽ എനിക്കൊരു ശരിക്കും പറഞ്ഞാൽ എൻ്റെ ഒരു പേഴ്സണൽ ആവശ്യത്തിനുമായിട്ട് എനിക്കൊരു ഒന്നൊരു മീറ്റിംഗ് ഉണ്ട് ശരിക്കും പറഞ്ഞാൽ. അപ്പോൾ ആ സമയത്ത് ഇതും കൂടെ ഞാൻ ചേർത്ത് പറയാൻ വേണ്ടിയാണ് ഇരിക്കുന്നത്. അപ്പം ഇത് എല്ലാവരും ഒന്ന് ഷെയർ ചെയ്യുക. ഇത് വെച്ചിട്ട് എനിക്ക് പ്രത്യേകിച്ച് ഉപയോഗമില്ല, നമുക്ക് മാത്രമല്ല ഇനി വരുന്ന കുട്ടികൾക്ക്. ഇവിടെ നമ്മുടെ സർട്ടിഫിക്കറ്റിനകത്ത് MBBS രജിസ്ട്രേഷനോ പെർമനന്റ് രജിസ്ട്രേഷനോ ടെമ്പററി രജിസ്ട്രേഷൻ മാത്രമല്ല, നമ്മൾ ഒരു ഡിഗ്രി കഴിഞ്ഞ ശേഷം വേറൊരു ഡിഗ്രി എടുത്തിട്ട് പിന്നെ അഡീഷണൽ സർട്ടിഫിക്കറ്റ് ആഡ് ചെയ്യാൻ ഒരാൾ അങ്ങ് ദുബായിൽ നിന്ന് നാട്ടിൽ വന്ന് കോഴിക്കോട് നിന്ന് ട്രിവാൻഡ്രത്ത് വന്ന് ഡയറക്റ്റ് വന്നിട്ട് പോലും നടക്കാത്തൊരവസ്ഥയുണ്ട്. ഞാൻ നിൽക്കുന്ന സമയത്ത് DNBയുടെ എന്തോ ഒരു സാധനം DNB കംപ്ലീറ്റ് ചെയ്തു. അപ്പോൾ അതിൻ്റെ എന്തോ രജിസ്ട്രേഷൻ ആഡ് ചെയ്യുന്നതിന് വേണ്ടി 2-3 ആഴ്ചയായിട്ട് ട്രിവാൻഡ്രത്ത് നിന്ന് താമസിച്ച് ചെയ്യുന്ന ആൾക്കാരാണ് ഞാൻ അവിടെ കണ്ടത്. സോ ഇത്തരം പ്രശ്നങ്ങൾ കുറയ്ക്കണമെങ്കിൽ നമ്മൾ യുണൈറ്റഡ് ആയിട്ട് നിന്ന് ഇതിനെ എതിർത്തേ പറ്റത്തുള്ളൂ. ഇത് FMGയുടെ പ്രശ്നമോ അല്ലെങ്കിൽ നീറ്റ് നമ്മുടെ നാട്ടിൽ പഠിക്കുന്ന പിള്ളേരുടെ കുഴപ്പമോ അല്ലെങ്കിൽ ഔട്ട്സൈഡ് കേരള സ്റ്റുഡൻസിൻ്റെയോ അല്ലെങ്കിൽ MD ഡോക്ടേഴ്സിൻ്റെ ഒക്കെ പ്രശ്നമല്ല, ഫുൾ ഡോക്ടേഴ്സ് സെറ്റപ്പിലുള്ള പ്രശ്നമാണ്. അപ്പം എല്ലാവരും ഒറ്റക്കെട്ടായിട്ട് ഈ ഒരു സമയത്ത് ഈ ഒരു ഗൂഗിൾ ഫോം ജസ്റ്റ് ഒന്ന് ഫില്ല് ചെയ്ത് തരിക. മാക്സിമം 5 മിനിറ്റ്സ് മാത്രമേ എടുക്കത്തുള്ളൂ, മാക്സിമം. അപ്പോൾ 8 ക്വസ്റ്റ്യൻസ് മാത്രമേ ഉള്ളൂ. അതിനകത്ത് എത്രയും പെട്ടെന്ന് നിങ്ങൾ എല്ലാവരിലും ഇതൊന്ന് അയക്കുക, എന്നിട്ട് ഇതൊന്ന് ചെയ്ത് തരിക. ഇതിൻ്റെ ഔട്ട് എന്തായാലും ഈ മാസം എൻഡിൽ ഞാൻ ഒരു വീഡിയോയുടെ ഇടാം. ലൈക്ക് എത്ര പേര് റെസ്പോൺസ് ചെയ്തു, എന്തൊക്കെയാണ് അതിൻ്റെ റിസൾട്ട് എന്ന്. വളരെ സിമ്പിളായിട്ടുള്ള ക്വസ്റ്റ്യൻസ്, സിമ്പിളായിട്ടുള്ള കാര്യമാണ്. അതിനകത്ത് ഒരു കോളം ഞാൻ കൊടുത്തേക്കുന്ന കംപ്ലൈൻറ്റാണ്. ആ കംപ്ലൈൻറ്റിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഇഷ്യൂ കേരള സ്റ്റേറ്റ് മെഡിക്കൽ കൗൺസിലുമായിട്ട് ഉണ്ട്, നിങ്ങൾക്ക് പറയാനുണ്ടെങ്കിൽ പ്ലീസ് അതിനകത്ത് ആ കാര്യം ജസ്റ്റ് ഷോർട്ടായിട്ടൊന്ന് എഴുതിയിടുക. അത്രയേ ഉള്ളൂ. അത് നമുക്ക് എല്ലാം കൂടെ ചേർത്ത് തന്നെ മന്ത്രിക്ക് ഞാൻ ശ്രദ്ധയിൽപ്പെടുത്തുന്നതായിരിക്കും. അല്ല നമ്മൾ ഇനി ഈ ഷാർട്ടേഡ് ആയിട്ട് കിടന്നിട്ട് അല്ലെങ്കിൽ ഗൂഗിളിലെ റിവ്യൂവിൽ പോയി അവരെ നമ്മുടെ പ്രശ്നങ്ങൾ പറഞ്ഞിട്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. യുണൈറ്റഡ് ആയിട്ട് നമുക്കൊരു കാര്യം എടുത്ത് മുന്നോട്ട് പോയേ പറ്റത്തുള്ളൂ, അല്ലെങ്കിൽ ഇത് ശരിയാവത്തില്ല. ഇപ്പോൾ ഏറ്റവും പുതിയതായിട്ട് റൂൾ വന്നു വെച്ചാൽ അഫിഡവിറ്റ്, നമ്മൾ ഈ പെർമനന്റ് രജിസ്ട്രേഷൻ അല്ലെങ്കിൽ ടെമ്പററി രജിസ്ട്രേഷൻ കൊടുക്കുന്ന സമയത്ത് സ്വന്തമായിട്ടൊരു അഫിഡവിറ്റും കൂടെ ചേർത്ത് കൊടുത്താൽ മതി. കാലതാമസം ഇല്ലാതെ പെട്ടെന്ന് തന്നെ നമ്മുടെ രജിസ്ട്രേഷനും കാര്യങ്ങളും കൊടുക്കാമെന്നാണ് പുതിയ റൂൾ. അപ്പോൾ അഫിഡവിറ്റ് വരുമ്പോൾ നമുക്ക് എന്തെങ്കിലും ഫാൾസിഫിക്കേഷൻ എന്തെങ്കിലും ഇഷ്യൂ വരികയാണെങ്കിൽ ഭാവിയിൽ എല്ലാം നമ്മുടെ പ്രശ്നമായിരിക്കും. സോ അതുകൊണ്ട് അത് കുഴപ്പമില്ലാത്ത സംഭവമാണ്. വളരെ നല്ലതായിട്ട് നമുക്ക് നല്ല ഇനിഷ്യേറ്റീവാണ്. കാരണം നമ്മൾ തന്നെയാണ് അഫിഡവിറ്റ് കൊടുക്കുന്നതും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. അപ്പം പെട്ടെന്ന് സർട്ടിഫിക്കറ്റ് അവർക്ക് നമുക്ക് തരാൻ പറ്റും എന്ന രീതിയിലാണ് ഇപ്പോൾ ഗവൺമെൻറ് പറയുന്നത്. പക്ഷേ കേരളം അത് ചെയ്യുമോ ഇല്ലെന്ന് നമുക്കറിയത്തില്ല. എന്തായാലും ഈ കാര്യങ്ങൾ ഈ നമുക്കിപ്പോൾ അനുഭവിക്കുന്ന കേരള സ്റ്റേറ്റ് മെഡിക്കൽ കൗൺസിലുമായിട്ട് ബന്ധപ്പെട്ട് ഡോക്ടേഴ്സ് അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ ആ ഒരു കൗൺസിലും നമുക്ക് നമ്മുടെ മന്ത്രിക്കും ഒന്ന് എത്തിച്ചാൽ മാത്രമേ എന്തെങ്കിലും ഒരു വഴി, എന്തെങ്കിലും ഒരു ഇതിനൊരു റിസൾട്ട് ഉണ്ടാവത്തുള്ളൂ. നമുക്കൊരു സൊല്യൂഷൻ വേണമെങ്കിൽ ഒറ്റക്കെട്ടായിട്ട് തന്നെ എത്തുള്ളൂ. അറ്റ്ലീസ്റ്റ് ഒരു 100 പേരെങ്കിലും ഇതിനകത്തൊന്ന് റെസ്പോൺസ് ചെയ്തെങ്കിൽ നമുക്ക് എന്തെങ്കിലും റിസൾട്ട് കിട്ടുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട്. എന്തായാലും നവംബറിൽ ഞാൻ പറഞ്ഞ മീറ്റിംഗ് ഉണ്ട്. ഒരു തവണ എന്തായാലും എനിക്ക് പോയി കാണണം, എൻ്റെ ഒരു പേഴ്സണൽ ആവശ്യത്തിന് വേണ്ടിയാണ്. അപ്പോൾ ആ സമയത്ത്
ഇതും കൂടെ ചേർത്ത് ഞാൻ പറഞ്ഞ് എന്തായാലും ശരിയാക്കാം. അതങ്ങനെ ഒരു കോപ്പി നമുക്ക് സെൻറ്ററിലേക്കും അയക്കാം. ബാക്കി എല്ലാ നമുക്ക് പറ്റുന്ന രീതിയിലൊക്കെ ഇതൊന്ന് ശ്രദ്ധ ചെലുത്താം എന്നാണ് ഇപ്പോൾ എനിക്ക് തോന്നുന്നത്. എന്തായാലും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക, എല്ലാവരും ജസ്റ്റ് ഒന്ന് കെയർ ചെയ്യുക, ഒന്ന് ഫോം ഫില്ല് ചെയ്യുക. രണ്ടാമത്തെ കാര്യം ഒന്ന് ഷെയർ ചെയ്യുക. ഞാൻ എങ്ങനത്തെ ഒരു വീഡിയോയിൽ ഞാൻ ഷെയർ ചെയ്യുന്ന കാര്യം പറയാറില്ല, പക്ഷേ ഇതൊന്ന് ഷെയർ ചെയ്യുക മാക്സിമം. നിങ്ങൾക്ക് പറ്റുന്ന രീതിയിൽ മാക്സിമം ഷെയർ ചെയ്യുക. ഡോക്ടേഴ്സ് മാത്രമേ ചെയ്യാവൂ, അല്ലാതെ വേറെ ആൾക്കാർ വെറുതെ ചെയ്തിട്ട് കാര്യമില്ല. പ്രത്യേകിച്ച് നമ്മുടെ പ്രശ്നങ്ങളാണത് വന്നാലേ കാര്യമുള്ളൂ. സോ ഇതൊന്ന് ഷെയർ ചെയ്യുക. ഞാൻ ലിങ്ക് ഇതിൻ്റെ താഴെയും കമൻറ്റ് ബോക്സിലും കാണും. ഓക്കെ, താങ്ക് യു.